പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായിട്ടുള്ള നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. 2024 10ാമത്തെ മാസം, ഒക്ടോബർ മാസം 2-ാം തീയതി തന്നെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. കഴിഞ്ഞ 9 മാസങ്ങളിൽ, പിന്നിട്ട് പോയ 9 മാസങ്ങളിൽ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ച ദൈവം ഈ 10ാം മാസവും കുറുകിപ്പോകാത്ത അവൻ്റെ കരവുമായി നമ്മുടെ നടുവിലുണ്ട്. അവൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ സൂം പ്രയറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ആത്മീക പ്രചോദനത്തിനായി സമയം ലഭിക്കുമ്പോഴൊക്കെ കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നതേ ഉള്ളൂ. ആകയാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ദൈവവചനത്തിൻ്റെ പ്രമാണമാണ് ഇസ്രായേലിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയെന്ന് തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, ഇസ്രായേൽ ഇറാൻ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. മരണങ്ങൾ തുടങ്ങി. 200ഓളം മിസൈലുകൾ ഇറാൻ ഇസ്രായേലിൻ്റെ മണ്ണിൽ വിക്ഷേപിച്ചിരിക്കുന്നു. UN ആക്രമണം നിർത്താൻ പറഞ്ഞിട്ടും അവർ കൂട്ടാക്കുന്നില്ല. അമേരിക്ക അലേർട്ടാകുന്നു. ഇന്ത്യൻ എംബസികൾ ഇസ്രായേലിലെ ഇന്ത്യക്കാരോട് കനത്ത ജാഗ്രതാ നിർദ്ദേശം പറയുന്നു. ഏകദേശം 8 പേരോളം മരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ യുദ്ധം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ വളരെ ഗൗരവമായി പ്രാർത്ഥിക്കണം. നമ്മൾ കേരളത്തിലാണ്, നമുക്കിതൊന്നും ബാധിക്കുകയല്ല, നിങ്ങൾക്ക് തോന്നലാണ്. നമ്മളിതെല്ലാം ബാധിക്കും, പല രീതികളിൽ ബാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഇസ്രായേലിലുണ്ട്. ഇസ്രായേലിൻ്റെ അടുത്ത രാജ്യങ്ങൾ കിടപ്പുണ്ട്. നമ്മുടെ രാജ്യത്തിലെ സമാധാനത്തെ വരെ ഇത് ബാധിക്കും. അതുകൊണ്ട് നിശ്ചയമായി നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും നമ്മുടെ നാളെ കൂടി വരുന്ന സൂം പ്രാർത്ഥനയിലൊക്കെ ഈ വിഷയത്തിന് വേണ്ടി ഗൗരവമായി പ്രാർത്ഥിപ്പാൻ പ്രത്യേകാൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് ദൈവവചന ധ്യാനത്തിലേക്ക് പോകുന്നു. സ്തോത്രം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു 4 സീരിയസ് ആയി ചിന്തിച്ചത് ഫുൾനെസ് വിത്ത് ഗോഡ് എന്നുള്ള വിഷയമാണ്, അല്ലെങ്കിൽ ഫിൽഡ് വിത്ത് ദ ഫുൾനെസ് ഓഫ് ഗോഡ് എന്നുള്ള വിഷയമാണ്. ഇന്ന് പക്ഷെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആ വിഷയമല്ല. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു 3 സീരീസ് ചിന്തിച്ച് നിർത്തിയൊരു വിഷയം നമ്മൾ ഇന്ന് വീണ്ടും 4ാമത്തെ സീരീസിലേക്ക് പോവുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് അതിൻ്റെ ആദ്യത്തെ 3 സീരീസ് കിടപ്പുണ്ട്. ക്രിസ്തുവേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടുക എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ആ വിഷയത്തിൻ്റെ പഠനത്തിന് ആധാരമായി നമ്മൾ വായിച്ച വാക്യം 2 തിമോത്തി 2 തിമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തെ അധികരിച്ചാണ് ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്നുള്ള 3 എപ്പിസോഡുകൾ, 3 സീരീസുകൾ നാം ചിന്തിച്ച് കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഈ വാക്യത്തെ അധികരിച്ചുള്ള വിഷയം, എങ്ങനെയാണ് കൃപയിൽ വളരുന്നത് എന്നുള്ളതാണ്. ഇന്നൊരു മുഖവുര പറയും, നാളെ അതിൻ്റെ ബാക്കി ഡീപ്പായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കണ്ടിന്യൂഷനാണ് നാളത്തെ സന്ദേശം. സ്തോത്രം. ആദ്യത്തെ എപ്പിസോഡുകളിൽ നമ്മൾ ഇതിൻ്റെ അർത്ഥങ്ങൾ, എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ ഒരു നിർദ്ദേശം തിമോത്തിയോസിന് കൊടുത്തത്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കൃപയിൽ വളരുന്നത് എന്നുള്ളതാണ്. സ്തോത്രം. ഇവിടെ ക്രിസ്തുവേശുവിൻ്റെ
കൃപയിൽ ശക്തിപ്പെടുക എന്നതിൻ്റെ അർത്ഥം വളരുക എന്നുള്ളതാണ്. വളരുന്നവർക്ക് ശക്തിപ്പെടുവാൻ കഴിയൂ, വളർച്ചയില്ലാത്തവർക്ക് ശക്തിപ്പെടുവാൻ കഴിയില്ല. അപ്പോൾ ക്രിസ്തുവേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടുവാനുള്ള എല്ലാ സോഴ്സുകളും പിതാവായ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. ആ സോഴ്സുകൾ ഉപയോഗിച്ച്, ആ സോഴ്സുകൾ മുഖാന്തരമാക്കിക്കൊണ്ട് നാം ക്രിസ്തുവേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടണം. അപ്പോൾ ക്രിസ്തുവേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടുവാൻ നമുക്ക് നിർദ്ദേശം നൽകുന്നതിന് മുൻപേ ശക്തിപ്പെടാനുള്ള എല്ലാ സോഴ്സുകളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. ആ സോഴ്സുകൾ ഉപയോഗിച്ച് ശക്തിപ്പെടാനുള്ള നിർദ്ദേശമാണ് തൻ്റെ പ്രാണൻ അവസാനിക്കുന്നതിന് മുമ്പ് തൻ്റെ അവസാനത്തെ ലേഖനമായ 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ്ലീഹ അനുഗ്രഹീതമായ നിർദ്ദേശങ്ങൾ തിമോത്തിയോസിന് കൊടുക്കുന്നതിൽ ഒരു നിർദ്ദേശമായി പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ കൃപയിൽ ശക്തിപ്പെടുക എന്നാൽ അതിൻ്റെ അർത്ഥം കൃപയിൽ വളരുക എന്നാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. വളർച്ചയില്ലാത്ത ആ ഒരു വ്യക്തിക്ക് ശക്തിപ്പെടാൻ കഴിയത്തില്ല. സ്തോത്രം. നിങ്ങൾക്ക് ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വളരണം. സ്തോത്രം. വളരുന്ന ഒരാൾക്ക് മാത്രമേ ശക്തിപ്പെടാൻ കഴിയൂ. ഞാൻ ഈ വിഷയത്തെ ഒന്ന് ഇൻട്രൊഡക്ഷനിലേക്കൊന്ന് പോകേണ്ടതിന് വേണ്ടി ഒരു വേദഭാഗം നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് ആ വാക്യത്തിലൂടെ ഒരല്പം സഞ്ചരിച്ചിന്ന് അവസാനിപ്പിക്കാം. സ്തോത്രം. 2 പത്രോസിന്റെ ലേഖനം, 2 പീറ്റർ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ക്ഷണിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. 17-18 വാക്യങ്ങൾ. 17-ാം വാക്യത്തിൽ ഒരു വാണിംഗ് ആണ് പത്രോസ് നൽകുന്നത്. എന്താണ് വാണിംഗ്? സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വാണിംഗ് എന്താണ്? വീണ് പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ സൂമിൽ എന്നെ കേൾക്കുന്നവർ മാത്രമല്ല, യൂട്യൂബിലൂടെ ഈ തിരുവെഴുത്തുകൾ പിന്നീട് വാച്ച് ചെയ്യുന്നവരും ദൈവാത്മാവ് നിങ്ങൾക്ക് തരുന്ന വാണിംഗ്, വീണ് പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളെ വീഴ്ത്തുവാൻ ചില അധർമ്മികളുടെ വഞ്ചന നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മുതൽ വീണുപോയ സാത്താൻ പലരെയും വീഴ്ത്താൻ വേണ്ടി വരികയാണ്. സ്തോത്രം. ഇവിടെ പത്രോസ് പറയുന്നു, ഒരു വലയുമായി ചില അധർമ്മികൾ അവരുടെ വഞ്ചനയുമായി വരുന്നുണ്ട്. സ്തോത്രം. അവിടെ വിശ്വാസികൾ വീണുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവരുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാതെ, സ്തോത്രം, നിങ്ങൾ വീണു പോകാതിരിപ്പാൻ സൂക്ഷിക്കണം. ഇതാണ് 17-ാം വാക്യത്തിന്റെ വാണിംഗ്. എന്നിട്ട് 18-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, കൃപയിലും നമ്മുടെ കർത്താവായ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. വീണുപോകാനുള്ള സാധ്യതയെ വിരൽ ചൂണ്ടിയിട്ട് പീറ്റർ പറയുന്നു, നിങ്ങൾ കൃപയിലും വളരണം, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരണം. സ്തോത്രം. അപ്പം വീണു പോകാതിരിപ്പാൻ സൂക്ഷിപ്പീൻ എന്ന് പറഞ്ഞാൽ, ശക്തിയില്ലെങ്കിൽ, ബലഹീനനാണെങ്കിൽ വീണു പോകുമെന്നുള്ളതിൽ തർക്കമില്ല. സ്തോത്രം. എന്നാൽ ബലഹീനനാണോ, ശക്തിയില്ലയോ, വീണു പോകുമെന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പത്രോസ് പറയുന്നു, അങ്ങനെ ശക്തിയില്ലാതെ ബലഹീനനായി വീണു പോകാതിരിക്കണമെങ്കിൽ കൃപയിൽ വളർന്നേ മതിയാകൂ. സ്തോത്രം. ഒരു കാര്യം ഉറപ്പാണ്, എങ്ങനെ കൃപയിൽ വളരാം എന്നുള്ളതിന് മുമ്പ് എന്തുകൊണ്ട് കൃപയിൽ വളരണം എന്നുള്ളത് പറഞ്ഞു തുടങ്ങാം. വീണു പോകാതിരിപ്പാൻ.
ബലഹീനത മാറ്റി ശക്തനായി നിലനിൽക്കേണ്ടതിന്, വീഴ്ച സംഭവിക്കാതിരിപ്പാൻ, വീണവരുടെ ലിസ്റ്റിൽ നിന്റെ പേര് വരാതിരിപ്പാൻ, കൃപയിൽ വളരുവാൻ ദൈവാത്മാവ് ശക്തമേറിയ നിർദ്ദേശം നൽകി തരികയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ട കാലത്തിനനുസരിച്ചുള്ള ഒരു വളർച്ച നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ട് 10, 15, 20, 25, 30, 40 വർഷമായി കാണുമല്ലോ പലരും. ആ രക്ഷിക്കപ്പെട്ട കാലത്തിനനുസരിച്ചുള്ള ഒരു വളർച്ച നിങ്ങൾക്കുണ്ടോ? അവനവനോടോ ഒന്ന് ചോദിച്ചു നോക്കുക. എബ്രായ ലേഖനത്തിൽ പൗലോസ് തന്റെ ലേഖനം വായിക്കുന്ന അനുവാചകരോട് ചോദിക്കുന്നുണ്ട്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട വളർച്ചയിലെത്തേണ്ടവരാണ്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ പാല് കുടിച്ച് ശിശുക്കളെ പോലെ ഇരിക്കുക. കട്ടിയായിട്ടുള്ളതൊന്നും ഡൈജസ്റ്റ് ആകത്തില്ല. രക്ഷിക്കപ്പെട്ട കാലത്തിനനുസരിച്ചുള്ള വളർച്ചയില്ല. സ്തോത്രം. ഇന്ന് ദൈവാത്മാവ് നമ്മോടും അതേ ചോദ്യമാണ് ചോദിക്കുന്നത്. സ്തോത്രം. എന്നാൽ കർത്താവ് പറയുന്നു, നിനക്ക് ശക്തിപ്പെടണമെങ്കിൽ വളർന്നേ മതിയാകൂ. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആരോടോ എവിടെയോ പറഞ്ഞു ഒരു എക്സാമ്പിൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഷാർക്ക് ഫിഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഷാർക്ക് ഫിഷിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതിനെ നല്ല ഭംഗിയുള്ള അക്വേറിയത്തിനകത്ത് കൊണ്ടിട്ടാൽ കാണാൻ നല്ല രസമാണ്. വരുന്നവരൊക്കെ അക്വേറിയത്തിന്റെ മുന്നിൽ നിന്ന് 2 മിനിറ്റ് അതിനെ നോക്കി ഒന്ന് പുന്നാരിച്ചിട്ടൊക്കെ പോകും. പക്ഷേ ഈ ഷാർക്ക് ഫിഷ് ഈ അക്വേറിയത്തിനകത്ത് ഒരു 6 ഇഞ്ചിന് അപ്പുറത്തേക്ക് വളരത്തില്ല. പക്ഷെ അതിന്റെ വളർച്ചയുടെ പരിധി അത്രയല്ല. വലിയ തോതിൽ വളരേണ്ടതാണത്. പക്ഷേ ഈ അക്വേറിയത്തിനകത്ത് ഈ 6 ഇഞ്ചിൽ കൂടുതൽ ഇത് വളരത്തില്ല. ഇതേ ഷാർക്ക് ഫിഷിനെ നിങ്ങൾ എടുത്ത് കടലിൽ കൊണ്ടിട്ടാൽ അവൻ 6 അടിക്ക് മുകളിൽ വളരും. ചിലതൊക്കെ വളർച്ചയുടെ സാധ്യത ഉള്ളതാ, പക്ഷെ കിടക്കുന്നത് ചില അക്വേറിയങ്ങൾക്കകത്താണ്. ചില പ്രസ്ഥാനത്തിന്റെയോ ചട്ടക്കൂടിന്റെയോ ഏതിന്റെയൊക്കെയോ ചില അക്വേറിയത്തിനകത്ത് ഒതുങ്ങിക്കിടക്കുക. കുഞ്ഞെ, നീ വളരുകയല്ല. നിന്നെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്നറിയാമോ? 6 ഇഞ്ച് ക്രിസ്ത്യൻ എന്ന് വിശേഷിപ്പിക്കും. നീ 6 ഇഞ്ചിനകത്തേക്ക് അപ്പുറത്തോട്ട് വളരത്തില്ല. അവരുടെയും ഇവരുടെയും അഭിപ്രായം നോക്കി നിൽക്കുന്നവനൊന്നും വളരുകയല്ല. ചില അക്വേറിയങ്ങൾ പൊട്ടിച്ച് നിന്റെ മുന്നിൽ വളരുവാൻ വിശാലമായി കിടക്കുന്ന കടലിലേക്ക് നീ ഇറങ്ങിയാൽ നിന്റെ വളർച്ചയുടെ തലങ്ങൾ മാറിക്കിട്ടും. സ്തോത്രം. 6 ഇഞ്ച് ക്രിസ്ത്യനിൽ നിന്ന് നീ 6 അടിയിൽ അപ്പുറത്തേക്ക് അസാധാരണകരമായി വളരുന്ന ഒന്നായിത്തീരും. സ്തോത്രം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ സമയം എങ്ങനെ കൃപയിൽ വളരാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് എന്താണ് കൃപ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. സ്തോത്രം. എന്താണ് കൃപ? ഉന്നതനായ ഒരു വ്യക്തി താണു കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് കുനിഞ്ഞു വന്ന് അദ്ദേഹത്തിന്റെ ലെവലിലേക്ക് ഈ താണു കിടക്കുന്ന വ്യക്തിയെ ഉയർത്തുന്ന കാഴ്ചയുടെ പേരാണ് കൃപ. നമുക്ക് വെളിപ്പെട്ട കൃപ ഇങ്ങനെയാ. ഉന്നതനായ ദൈവം താണു കിടന്നിരുന്ന നമ്മെ അവൻ കുനിഞ്ഞിറങ്ങി വന്ന്
അവന്റെ ലെവലിലേക്ക് നമ്മെ ഉയർത്തി നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്ന ആ മനോഹരമായ കാഴ്ചയുടെ പേരാണ് കൃപ. അത് അനുഭവിച്ച പ്രിയപ്പെട്ടവരാണ് ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നത്. സ്തോത്രം. വിശുദ്ധ തിരുവചനത്തിൽ ആദ്യമായി കൃപ എന്ന പദം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് പരാമർശം കാണാം. സ്തോത്രം. നോഹയ്ക്ക് മാത്രമല്ല കൃപ ലഭിച്ചത്. നോഹയ്ക്ക് കൃപ ലഭിച്ചപ്പം നോഹയുടെ കൂടെ കുടുംബത്തിന് മുഴുവൻ കൃപ ലഭിച്ചു. നിന്റെ വീട്ടിൽ നിനക്ക് കൃപ ലഭിച്ചാൽ നിന്റെ വീടിനകത്തുള്ളവർക്കെല്ലാം കൃപയുടെ വ്യാപാരം ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ഈ 6-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെ ഒന്ന് വായിച്ചു നോക്കുമ്പം നോഹ എന്നുള്ള പേര് 5 പ്രാവശ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 പ്രാവശ്യം. നോഹയും മറ്റുള്ളവരെ പോലെ തന്നെ പാപത്തിന്റെ ഫലമായി മരിച്ചു പോകേണ്ടയാളാ. നോഹയും മറ്റുള്ളവരെ പോലെ തന്നെ പാപത്തിന്റെ ഫലമായി മരിച്ചു പോകേണ്ടയാളാണ്. എന്നാൽ ആ നോഹയോട് ദൈവം കൃപ കാണിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. സ്തോത്രം. നോഹയെ രക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചു, തുനിഞ്ഞിറങ്ങി വന്നു. അതാണ് വിഷയം. ബൈബിളിലെ സംഖ്യാശാസ്ത്രം പഠിച്ചാൽ, ന്യൂമറോളജിക്കൽ ഓർഡർ അനുസരിച്ച് പഠിച്ചാൽ 7 എന്നുള്ളത് സ്വസ്ഥതയുടെ പ്രതീകമാണ്, അല്ലെങ്കിൽ പൂർണ്ണതയുടെ പ്രതീകമാണ്. 6 എന്ന് കേൾക്കുന്നതേ നമുക്ക് പേടിയാം. കാരണം 666 നമുക്ക് ഭയമുള്ള കേസാണ്. പക്ഷെ 5 എന്നുള്ള സംഖ്യ കൃപയെ കാണിക്കുന്ന സംഖ്യയാണ്. നോഹയുടെ പേര് തന്നെ 5 പ്രാവശ്യം കൊടുത്ത് കൃപയെ കാണിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അർഹതയില്ലാത്ത സ്ഥാനത്ത് രക്ഷപ്പെടാനുള്ള ഒരു അർഹതയും നോഹയ്ക്കില്ല. കാരണം മരണത്തിന് നോഹയും മറ്റുള്ളവരെ പോലെ വിധിക്കപ്പെടേണ്ടതായിരുന്നു. എന്നാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം കാണിക്കുന്ന കരുണയും ദയയുമാണ് അവന്റെ കൃപ. ഇന്ന് ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാതെ കർത്താവിനെ മഹത്വപ്പെടുത്തും. കാരണം നമുക്ക് അർഹതയില്ലായിരുന്നു പലതിനും. പക്ഷെ ദൈവം നമ്മെ അർഹതപ്പെടുത്തി നമ്മുടെ ദയയും കൃപയും കരുണയും കാണിച്ചതാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ ഉദാഹരണമായി ഒരു സ്ത്രീയുടെ വിഷയം നമുക്ക് കാണാം. വ്യഭിചാരക്കുറ്റത്തിൽ അവളെ പിടിച്ചു. ന്യായപ്രമാണം പറയുന്നു കല്ലെറിഞ്ഞു കൊല്ലണം. സ്തോത്രം. യേശുവിന്റെ അടുക്കൽ അവർ അഭിപ്രായം ചോദിക്കാൻ വന്നപ്പോൾ യേശു നിലത്ത് കുനിഞ്ഞിരുന്ന് വിരലുകൾ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കൃപ. കണ്ടില്ലേ? കുനിഞ്ഞിരുന്ന്. അതാണ് കൃപ. ഉന്നതനായ ഒരു വ്യക്തി കുനിഞ്ഞ് ഏറ്റവും ഹീനമായ ഒരു വ്യക്തിയെ ഉയർത്തുന്നതാണ് ദൈവകൃപ എന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാണ് യേശു ഇവിടെ ചെയ്യുന്നത്. ആ സ്ത്രീയെ വിസ്തരിക്കാൻ അവർ കൊണ്ടുവരുമ്പോൾ യേശു കുനിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഫൈനലി കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ. അതിന്റെ അർത്ഥം കല്ലെറിയാനുള്ള യോഗ്യത എനിക്ക് മാത്രമാണെന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം പാപമറിയാത്ത പരമപരിശുദ്ധൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കാണ് കല്ലെറിയാനുള്ള അർഹതയും യോഗ്യതയുള്ളത്. അത് കർത്താവ് വാക്കും ഭാഷണവുമില്ലാതെ സ്ഥാപിക്കുക. നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല അവളെ കല്ലെറിയാൻ. കാരണം നിങ്ങളിൽ പാപം വസിക്കുകയാണ്. അവസാനം അവരെല്ലാം കല്ലുകൾ നിലത്തിട്ട് അവർ മടങ്ങിപ്പോയി. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്നിട്ട് കർത്താവ് അവളോട് ചോദിച്ചു, അവരാരും നിന്നെ ശിക്ഷിച്ചില്ലയോ? അവൾ പറഞ്ഞില്ല ഗുരു, എല്ലാവരും പോയി. പാപബോധം വന്നവനെല്ലാം മടങ്ങിപ്പോയി. കർത്താവ് പറഞ്ഞു,
ഞാനും വന്നത് നിന്നെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. പക്ഷെ മേലിൽ ഇനി പാപം ചെയ്യരുത്. പാപം ചെയ്യാൻ ലൈസൻസ് കൊടുത്തതല്ല കൃപ, പാപത്തെ വിലക്കിയതാണ് കൃപ. എനിക്ക് അർഹതയില്ല, ഇവൾ പാപിയായിരുന്നു. അർഹതയില്ലാത്ത ആ സ്ത്രീക്ക് കർത്താവ് കുനിഞ്ഞിരുന്ന് വിരൽ കൊണ്ടെഴുതി അവളിലേക്ക് തൻ്റെ ദയയും കരുണയും പകർന്നു കൊടുത്ത് അവളെ ആ മരണത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നതിൻ്റെ പേരാണ് കൃപ. സ്തോത്രം. ഇന്ന് രാവിലെ നമ്മളൊക്കെ ഒത്തിരി പാരമ്പര്യത്തിൻ്റെ തലങ്ങളിലേക്ക് മൂടിപ്പോയപ്പോൾ ജീവിതത്തിൻ്റെ മേഖലകളിൽ അനുഭവിച്ച കൃപയുടെ ആ മാധുര്യം പലരും മറന്നു പോകുന്നുണ്ട്. സ്തോത്രം. ആ കൃപയെക്കുറിച്ചുള്ള ബോധ്യമുള്ളവർക്ക് മറ്റുള്ളവർക്കും ആ കൃപ പകർന്നു കൊടുക്കുവാൻ ആർജവത്വം ഉണ്ടാകും. അതവരെ സുവിശേഷീവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിൽ തർക്കമില്ല. സാത്താന്റെ ഏറ്റവും വലിയ ആഗ്രഹം വിശ്വാസികൾ വളരരുത് എന്നുള്ളതാണ്. വിശ്വാസികൾ കൃപയിൽ വളരരുത് എന്നുള്ളതാണ്. കാരണം വളർന്നാൽ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിച്ചാൽ പിന്നെ അവന്റെ തന്ത്രങ്ങളിലകത്ത് ഒതുങ്ങത്തില്ല, അതെല്ലാം അവർ പൊട്ടിക്കും. സ്തോത്രം. അത് തന്നെയല്ലേ ഈ മിസ്രൈമിൽ ഫറവോനും പറഞ്ഞത്. എന്താ ഫറവോൻ പറഞ്ഞത്? സ്തോത്രം. അവരിങ്ങനെ വളർന്നു പോയാൽ ഇസ്രായേൽ മക്കൾ ശക്തരാകുമെന്ന ഒരു ഫറവോൻ പറഞ്ഞത്. ശക്തരാകാതിരിക്കാൻ ശിശുക്കൾ ജനിക്കുമ്പോൾ തന്നെ ആൺതലമുറകളാണെങ്കിൽ നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയണം. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആത്മീകമായ ശക്തിയില്ലാത്തവനെ സാത്താന് പുച്ഛമാണ്. ഒരിക്കൽ ആൺതലമുറകളെ മാത്രമേ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞുള്ളൂ. പെൺതലമുറകൾക്ക് പ്രശ്നമില്ല, കാരണം അത് ബലഹീന പാത്രമല്ലേ. അതുകൊണ്ട് ശക്തരാകാൻ സാധ്യതയുള്ള ആൺതലമുറകളെയെല്ലാം കൊന്നുകളയണം. കണ്ടോ, വളർച്ച ഇല്ലാതാക്കാൻ, നീ ശക്തരാകാതിരിക്കാൻ പിശാച് തന്ത്രങ്ങൾ ഒരുക്കും. ഇന്ന് കൃപ പ്രാപിച്ച ദൈവജനം മനസ്സിലാക്കണം, നീ എങ്ങാനും ശക്തിപ്പെട്ടു പോയാൽ പിന്നെ അവന്റെ മന്ത്രവാദത്തിനോ ആവിചാരത്തിനോ ഒന്നും നിന്നെ തളയ്ക്കാൻ പറ്റുകയില്ല. കാരണം നീ ആ കുറ്റി പിഴുതെടുക്കുമെന്ന് അവനറിയാം. സ്തോത്രം. അതുകൊണ്ട് എന്തു വില കൊടുത്തും നിന്നെ വളരാതെ, ശക്തരാകാതെ അക്കോറിയത്തിനകത്ത് അടയ്ക്കാൻ അവൻ നോക്കും. ഇന്ന് പകലിൽ അങ്ങനെയുള്ള എല്ലാ ചട്ടക്കൂടുകളെയും അഭിഷേകത്തിന്റെ ബലത്തിൽ പൊളിച്ചു കളഞ്ഞിട്ട് അടുത്ത ലെവലിലേക്കൊന്ന് വളർന്നു വരാൻ ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളെ നോക്കി ശക്തമായി ആഹ്വാനം ചെയ്യുന്നു. ഒരു വളർച്ചയ്ക്കുള്ള ആഹ്വാനം ദൈവാത്മാവ് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. എങ്കിലേ നിനക്ക് ശക്തരാകാൻ കഴിയൂ. സ്തോത്രം. നമ്മുടെ ഈ കൃപയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കൃപയുടെ ആദ്യത്തെ സ്വാധീനം നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട, സാൽവേഷനുമായി ബന്ധപ്പെട്ട. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും പറയുന്നു, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ രക്ഷയുടെ ആദ്യ സ്റ്റെപ്പ് അവിടെയാണ്. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. ഇനി റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, കൃപയാൽ സൗജന്യമായി നാം നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നീതീകരണം കൃപയാലാണ് സംഭവിച്ചത്, സൗജന്യമായി. സ്തോത്രം. കൂടാതെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, എന്താ കാണുന്നത്? അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ നമ്മുടെ ഇടയിൽ പാർത്ത യേശുക്രിസ്തു എന്ന വചനം നമ്മുടെ ഇടയിൽ എങ്ങനെയാണ് പാർത്തത്? കൃപയോടുകൂടെയാണ് യേശുക്രിസ്തു നമ്മുടെ നടുവിൽ പാർത്തത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. കൂടാതെ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1:16 വരുമ്പോൾ യോഹന്നാൻ പറയുന്നു, അവന്റെ നിറവിൽ നിന്ന്, ആരുടെ നിറവിൽ നിന്ന്? നമ്മുടെ ഇടയിൽ പാർത്ത യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്ന്
നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. ഇതെല്ലാം നമ്മുടെ രക്ഷയുടെ ഭാഗമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സ്തോത്രം. വീണ്ടും റോമാലേഖനം 5:20 വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു, പാപം പെരുകിയ ഇടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചിരിക്കുകയാണ്. സ്തോത്രം. പാപം പെരുകിയ ഇടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു, കൃപയാൽ നാം സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. സ്തോത്രം. ആ കൃപ നമ്മുടെ നടുവിൽ അതേ യേശു ക്രിസ്തുവായി പാർത്തു. ആ കൃപ എന്ന യേശു ക്രിസ്തുവിൽ നിന്ന് കൃപമേൽ കൃപ നമുക്ക് ലഭിച്ചു. പാപം പെരുകിയ സ്ഥലങ്ങളിൽ കൃപ പെരുകിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഇത് നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കൃപയുടെ റോളാണ്. സ്തോത്രം. അത് മാത്രമല്ല പ്രിയരെ, സ്തോത്രം, നിങ്ങൾ ഈ കൃപയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വരാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചില പാടാണ്. അത് മനസ്സിലാക്കി വരണമെങ്കിൽ ന്യായപ്രമാണം എന്താണെന്ന് മനസ്സിലാക്കിയാലേ കൃപ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. റോമാലേഖനം നിങ്ങൾ പരിശോധിച്ചാൽ 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ, റോമാലേഖനം 1-ാം അധ്യായത്തിൽ പാപത്തിൽ വീണുപോയ ജാതികളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച്, ജാതികളെ കുറിച്ച്. അപ്പൊ യഹൂദൻ പറഞ്ഞു, ശരിയാണ്, അവരെല്ലാം പാപത്തിൽ വീണ് കിടക്കുക. പക്ഷെ 2-ാം അധ്യായത്തിൽ വന്നപ്പം പൗലോസ് യഹൂദന് നേരെ വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, ജാതികളെ പോലെ തന്നെ നിങ്ങളും പാപത്തിൽ വീണ് കിടക്കുകയാണ്. സ്തോത്രം. പാപത്തിൽ വീണ് കിടക്കുകയാണ്. സ്തോത്രം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ ബൈബിളിൽ ഒരു കഥയുണ്ടല്ലോ, കർത്താവ് പറയുന്നത്, ഈ മുടിയൻ പുത്രന്റെ കഥ. മുടിയൻ പുത്രൻ, ബൈബിളിൽ അവനെ വിളിച്ചിട്ടില്ല അങ്ങനെ പേര്, അവനെ ഇളയ മകൻ എന്നാ ബൈബിൾ വിളിച്ചിരിക്കുന്നത്. ഞാനത് വായിച്ചപ്പോൾ ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നല്ലോ. ഞാൻ വായിച്ചപ്പം ഇതിനകത്ത് ശരിക്കും ഏതാ മുടിയൻ പുത്രൻ എന്ന് ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം 2 പേരും നഷ്ടപ്പെട്ടു പോയ മക്കളാണ് അത് ശരിക്കും വായിച്ചാൽ. കാര്യം അവർ 2 പേരും സന്തോഷിച്ചതായിട്ട് പറയുന്നേ ഇല്ല. ഉണ്ടോ? 2 പേരും സന്തോഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കിയാൽ ഒരാൾ അപ്പൻ്റെ കൂടെ ആയിരുന്നേ ഉള്ളൂ, അവൻ സന്തോഷിച്ചതായിട്ട് പറയുന്നില്ല. അവൻ പറയുന്നുണ്ടല്ലോ അവിടെ, അപ്പാ ഞാൻ ഇന്ന് വരെ ഒരു കാളയെ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ, എൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അപ്പൻ്റെ കൂടെ ആയിരുന്നേ ഉള്ളൂ, അവന് സന്തോഷിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. അപ്പം ഒരു കാര്യം വ്യക്തമാണ്, ഇളയവൻ വീടിന് പുറത്ത് നഷ്ടപ്പെട്ടു, മൂത്തവൻ വീടിനകത്ത് നഷ്ടപ്പെട്ടു. ചിലര് ബന്ധക്കോസിന് വെളിയില്ല, ഓൾറെഡി നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ ചിലര് ബന്ധക്കോസിലാണെന്നാ പറയുന്നത്, പക്ഷേ വീടിനകത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല, അവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തോ സന്തോഷം അനുഭവിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ ജാതികളുടെ പാപത്തിന്റെ അവസ്ഥ, 2-ാം അധ്യായത്തിൽ യഹൂദൻ പാപത്തിൽ വീണതിന്റെ അവസ്ഥ. 3-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ, 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പാപി പാപത്തിൽ വീണുപോയതിന്റെ അവസ്ഥ പൗലോസ് വിസ്തരിക്കുകയാണ്. സ്തോത്രം. എന്നിട്ട് പൗലോസ് പാപിയെന്നോ അല്ലെങ്കിൽ യഹൂദനെന്നോ യവനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ പൗലോസ് പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളൊരു രസകരമായ സംഭവം കാണിക്കാം. സ്തോത്രം. നമ്മൾ ഒരു രോഗം പിടിച്ചൊരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ പരിശോധിക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊരു രോഗമുണ്ട്, നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നിരിക്കുക. ഡോക്ടർ എങ്ങനെയാണ് പരിശോധിക്കുന്നത്? ഡോക്ടർ ആദ്യം എന്താ ചെയ്യുന്നത്? സ്തോത്രം. ആ കാര്യം തന്നെയാണ് ഇവിടെ പാപം പരിശോധിക്കാൻ ദൈവം ചെയ്യുന്നത്. ഡോക്ടർ ആദ്യം പറഞ്ഞത് എന്താ?
ആ വായൊന്ന് തുറന്ന് കാണിച്ച് ടോർച്ച് അടിച്ച് നോക്കും. ദേ നിങ്ങൾ ആ 3-ാം അധ്യായം 13-ാം വാക്യം നോക്കി. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. കണ്ടോ? ഡോക്ടറിന്റെ പരിശോധനയാ. ഈ ഡോക്ടർ പറയാ നാക്കൊന്ന് നീട്ടിക്കേ. നോക്കിക്കേ, ഇവിടെ എഴുതിയേക്കുന്നത് എന്തുവാ? 13-ാം വാക്യം. നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. കണ്ടോ? അപ്പൊ മുഴുവൻ പ്രശ്നമാ. തൊണ്ട മുഴുവൻ ഇൻഫെക്ഷൻ ആണ്, നാവേലും പ്രശ്നമാ. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്താ ചെയ്യുന്നറിയാമോ? ഡോക്ടർ ഇങ്ങനെ കുനിഞ്ഞു നോക്കും. എങ്ങോട്ടാ? കാലയിലോട്ട് നോക്കും. നീരുണ്ടോ, എന്താ പ്രശ്നം എന്നൊക്കെ നോക്കും. നോക്കിക്കേ, അവിടെ എഴുതിയിരിക്കുന്നത് എന്താ നോക്കിക്കേ. 15-ാം വാക്യം നോക്കിക്കേ. അവരുടെ കാലിൽ രക്തം ചൊരിയുവാൻ അവർ ബന്ധപ്പെടുക. അപ്പൊ കാലിലും പ്രശ്നമാണ്. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ചില ഡോക്ടർമാര് കണ്ണ് തുറന്ന് പിടിപ്പിച്ചിട്ട് ടോർച്ചടിച്ച് നോക്കും കണ്ണിന്റെ കാര്യങ്ങൾ. നോക്കിയാൽ ഇവിടെ 18-ാം വാക്യം. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. സ്തോത്രം. എന്നിട്ട് 19-ാം വാക്യത്തിൽ ഇതെല്ലാം പരിശോധിച്ച് വന്നിട്ട് പൗലോസ് കൺഫേം ചെയ്യുക. എന്ത്? സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീർന്നിരിക്കുന്നു. ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നത് പോലെ, ഒരു ടെർമിനലിൽ രോഗിയെ പരിശോധിക്കുന്നത് പോലെ അവരുടെ തൊണ്ടയും നാവും കാലും ദൃഷ്ടിയും, സ്തോത്രം, എല്ലാം പരിശോധിച്ചിട്ട് പൗലോസ് ജാതികളോട്, യഹൂദനോട്, സർവ്വലോകത്തോടും പറയുന്നു, ഫൈനലി വന്ന റിപ്പോർട്ട്, നിങ്ങൾ സർവ്വലോകവും ശിക്ഷാവിധിക്ക് യോഗ്യരായി തീർന്നിരിക്കുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ മാരകമായ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ ടെർമിനലിൽ പരിശോധിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഈ 3-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, അതിന്റെ റിസൾട്ടിൽ തല മുതൽ പാദം വരെ ഈ രോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്, പാപത്താൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ ഒരു ഉത്തരവും പറയാനില്ലാതെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. സ്തോത്രം. മരണത്തിന് വിധേയരാണ്. സ്തോത്രം. ഇതാണ് പാപിയുടെ അവസ്ഥ. ആ അവസ്ഥയിലാണ് ഞാനും നിങ്ങളും കൃപ അനുഭവിച്ചത്. മനസ്സിലാകുന്നു? എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. നാമും ഇതുപോലെ കിടന്ന അവസ്ഥയിലാണ്, മരണത്തിലേക്ക് പോയ അവസ്ഥയിലാണ് നാം കൃപ അനുഭവിച്ചത്. ആ കൃപയുടെ ആസ്വാദനം എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കൃപ നമ്മുടെ ജീവിതത്തിൽ വന്ന ആദ്യത്തെ റോള്, നാം കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. സ്തോത്രം. ഇനി 2-ാമത്തെ കാര്യത്തിലേക്ക് വരാം. രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. ഈ 2-ാമത്തെ കാര്യം, വളരണമെങ്കിൽ രക്ഷിക്കപ്പെട്ടത് കൃപയാലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ കൃപയിൽ ജീവിക്കണം. കൃപയിൽ പ്രസന്റ് കണ്ടിന്യൂസിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ കൃപയിൽ വളരുവാൻ കഴിയൂ. നമുക്ക് ചില വാക്യങ്ങൾ പരിശോധിക്കാം അതുമായി ബന്ധപ്പെട്ട്. റോമാലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അപ്പോൾ ഈ കൃപയുടെ പ്രത്യേകത എന്താണ്? ഇത് നിൽക്കുന്ന, അല്ലെങ്കിൽ നിലനിൽക്കുന്ന കൃപയാണിത്. സ്തോത്രം. ഈ കൃപ നിലനിൽക്കുന്ന കൃപയാണ്. ഇനി പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം, ഈ കൃപയെക്കുറിച്ച് പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ്, നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നുവെന്ന്. അപ്പം സത്യകൃപയിൽ നിങ്ങൾ നിലനിൽക്കുന്നു. അപ്പൊ ഇത് നിലനിൽക്കുന്ന കൃപയാണ്. ഇത് എക്സ്പയർ ആയി പോകുന്ന കൃപയല്ല, ഇത് നിലനിൽക്കുന്ന കൃപയാണ്. ഇത് നാം നിൽക്കുന്ന കൃപയാണ്. പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ വളർച്ച പ്രാപിച്ച് ശക്തരാകണമെങ്കിൽ, നിങ്ങൾ വളരണമെങ്കിൽ, നിങ്ങൾ ഈ കൃപയിൽ നിലനിൽക്കണം. അർത്ഥാൽ നിങ്ങൾ കൃപയിൽ ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൃപയിൽ വളരാൻ കഴിയൂ. പലർക്കും വളർച്ചയില്ലാത്ത കാര്യം മനസ്സിലായോ?
അപ്ഡേറ്റ് ചെയ്യണം. സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കൃപയിലല്ല ഇപ്പൊ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? ശിംശോന് പറ്റിയ അബദ്ധം അങ്ങനല്ലേ? എന്താ? യഹോവ തന്നെ വിട്ടുമാറിയെന്നറിയാതെ ശിംശോൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് പിടി കിട്ടത് യഹോവ വിട്ടുപോയെന്ന്. വെള്ള ഷർട്ടും ക്ലീൻ ഷേവും ഒക്കെ ആയിട്ട് സ്ഥിരം പ്രസംഗവും പാട്ടും ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്കറിയത്തില്ല കൃപ നമ്മളെ വിട്ടു മാറിയോന്ന്. നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. പക്ഷേ കുഞ്ഞെ, കൃപ നിന്നെ വിട്ടു മാറിയോ എന്ന് നീ പരിശോധിക്കണം. നീ ഇപ്പോൾ കൃപയിലാണോ ജീവിക്കുന്നത് പരിശോധിക്കണം. എങ്കിലേ നെക്സ്റ്റ് ലെവലിലേക്ക് കൃപയിൽ ഗ്രോത്ത് പ്രാപിക്കാൻ കഴിയൂ, കൃപയിൽ വളരുവാൻ കഴിയൂ. പണ്ട് എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ഒരു അധ്യാപകൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ അറിയാം, പക്ഷെ പോയാൽ അറിയത്തില്ല. സാത്താൻ നമ്മളിൽ വന്നാൽ അറിയത്തില്ല, പോയാൽ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു പോകും. എന്തൊരു വ്യത്യാസം നോക്കി. അതുകൊണ്ട് എല്ലാ ദിവസവും മോർണിംഗിൽ ഈ സൂമിൽ വന്നിരിക്കുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് സാത്താൻ എന്നിൽ പ്രവേശിച്ചോ എന്ന് പരിശോധിക്കണം, ആത്മാവ് എന്നെ വിട്ടു പോയോ എന്നും പരിശോധിക്കണം. സ്തോത്രം. കാരണം പരിശുദ്ധാത്മാവിനെ എന്നേക്കും നമ്മുടെ കൂടെ വസിക്കാനാണ് തന്നത്. ആത്മാവിന്റെ ഫലം നമ്മളിൽ കായ്ക്കുന്നില്ലെങ്കിൽ ആത്മാവ് നമ്മൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. സ്തോത്രം. അപ്പോൾ കൃപയിൽ ജീവിക്കുന്നവൻ, കൃപയിൽ നിലനിൽക്കുന്നവൻ, കൃപയിൽ നിൽക്കുന്നവന് മാത്രമേ വളർച്ച പ്രാപിക്കാൻ കഴിയൂ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. പൗലോസിന്റെ ഒരു പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ? ഞാനാകുന്നത് കൃപയാലാകുന്നു. സ്തോത്രം. ഞാനാകുന്നത് കൃപയാലാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആയതിന്റെ കാരണം കൃപയാലാണ്, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ എന്തെങ്കിലും ആയതല്ല. സ്തോത്രം. പ്രിയരെ, എന്തെങ്കിലും നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ മഹത്വം ദൈവത്തിന് കൊടുക്കുക കൃപയാലാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ പൂർത്തീകരിച്ചത്, നിങ്ങൾക്കൊരു ജോലി ലഭിച്ചത്, നിങ്ങൾക്കൊരു നല്ല ഫാമിലി ലഭിച്ചത്, നിങ്ങൾക്ക് മക്കളെ ലഭിച്ചത്, എക്സെട്ര, എല്ലാം കൃപയാലാണ്. ഒരിടത്തും നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടല്ല. സ്തോത്രം. നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയോ? പരാജയം, നാം നമ്മുടെ ശക്തിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു, നാം നമ്മുടെ കഴിവിൽ ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ പരാജയം. സ്തോത്രം. പ്രിയരെ, നമ്മുടെ കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അങ്ങനെ നിങ്ങൾ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ നിങ്ങൾ കൃപയിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ടത് കൃപയിലാണെങ്കിൽ ജീവിക്കുന്നതും കൃപയിലായിരിക്കണം. വളർച്ചയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്നത് ന്യായപ്രമാണത്തിലോ, നിങ്ങൾ ജീവിക്കുന്നത് കൃപയിലോ? ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ വ്യത്യാസം അറിയണമെങ്കിൽ നിങ്ങൾ റോമാലേഖനം, നിങ്ങൾക്ക് കഴിയുന്ന ആളുകളെല്ലാം ദയവായിട്ട് റോമാലേഖനം ചാപ്റ്റർ 7 7-ാം അധ്യായം ഒന്ന് നന്നായി വായിച്ചു പഠിക്കണം. ഒത്തിരി കാര്യങ്ങൾ നമ്മെ സഹായിക്കുന്ന ഒരു അധ്യായമാണ്. റോമാലേഖനത്തിന്റെ 7-ാം അധ്യായം വളരെ ഈടുറ്റൊരു അധ്യായമാണ്. ഇവിടുത്തെ വിഷയം 2 ഭർത്താക്കന്മാരും ഒരു സ്ത്രീയും എന്നുള്ളതാണ്. പഠിക്കാൻ വേണ്ടി ഒരു ആലങ്കാരിക ഭാഷ ഞാൻ പറയുകയാണ്. 2 ഭർത്താക്കന്മാരും ഒരു സ്ത്രീയും. ഒരു ഭർത്താവ് ന്യായപ്രമാണം, ഒരു ഭർത്താവ് കൃപ അല്ലെങ്കിൽ യേശു ക്രിസ്തു. സ്തോത്രം. ഞാനിതൊന്ന് ബോധ്യമാക്കാം. സ്തോത്രം. ന്യായപ്രമാണം എന്ന ഭർത്താവ് ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു. ന്യായപ്രമാണം എന്ന ഭർത്താവ് ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു. വിവാഹമൊക്കെ കഴിഞ്ഞു. ആദ്യത്തെ
ഹണിമൂൺ ട്രിപ്പും ഒക്കെ കഴിഞ്ഞ്, ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ, സ്തോത്രം. ഇവര് ഭർത്താവ് ലീവിലായിരുന്നിരിക്കട്ടെ, ഭർത്താവ് തിരിച്ച് ജോലിക്ക് കയറണം. ഭാര്യയോട് പറഞ്ഞു, നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോവാണ്, മോർണിംഗ് 6 മണിയാകുമ്പോൾ എനിക്ക് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ വന്നാൽ എനിക്ക് ഇവിടുന്ന് ഒരു 5:30 ഇറങ്ങണം. അതുകൊണ്ട് നീ എനിക്ക് രാവിലെ 5:30 ഒരു ചായ ഉണ്ടാക്കി തരണം. അപ്പൊ 5:30 ചായ ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞത് എപ്പോൾ എഴുന്നേക്കണം? ഒരു 5 മണിക്ക് എഴുന്നേക്കണം. ഈ പുള്ളിക്കാരൻ ഞെട്ടിപ്പോയി. ഇന്ന് വരെ 5 മണി കണ്ട ചരിത്രമില്ല. പുള്ളിക്കാർ പറഞ്ഞ പറ്റിയെന്ന് പറയാൻ പറ്റുമോ ഭർത്താവിനോട്? കിടന്നുറങ്ങി. എപ്പോഴോ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഭർത്താവ് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സമയം 5:30 ചായ കൊടുക്കാൻ പറ്റിയില്ല. ന്യായപ്രമാണം എന്ന ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. പുള്ളിക്കാരൻ അങ്ങ് ജോലിക്ക് പോയി, ഒന്നും വേണ്ടിയില്ല. പക്ഷെ അന്ന് പകൽ മൊത്തം പുള്ളിക്കാരി അസ്വസ്ഥമായിരുന്നു. കാര്യം ഭർത്താവ് പറഞ്ഞൊരു ആവശ്യം, ഭർത്താവിന്റെ ഡിമാൻഡ് ന്യായമാണ്, പക്ഷെ അത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിപ്പോയി. അന്ന് വൈകിട്ട് വന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, നാളെ ഒരു 5:30 ആകുമ്പോൾ നീ വേറൊരു കാര്യം ചെയ്തു കൊടുക്കണം. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഡിമാൻഡ് കൂടിക്കൊണ്ട് വന്നു. നീ ഇന്നത് ചെയ്തു തരണം, ഇന്നത് ചെയ്തു തരണം, ഇന്ന. പക്ഷേ പുള്ളിക്കാരിക്ക് 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റക്കാരി ഡിമാൻഡ് പറയുന്നുണ്ട്, ന്യായപ്രമാണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം എന്തു ചെയ്യും? ഈ പുള്ളി ഈ ന്യായപ്രമാണ എന്ന ഭർത്താവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യും? വിവാഹമോചനം ദൈവം അനുവദിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? മരണത്താൽ മാത്രമേ ന്യായപ്രമാണം എന്ന ഈ ഭർത്താവിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ കഴിയും, ബന്ധത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അങ്ങനെ ഒരിക്കൽ ഈ സ്ത്രീ മരിച്ചു. അങ്ങനെ ഈ ന്യായപ്രമാണം എന്ന ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അവൾ സ്വതന്ത്രമാക്കപ്പെട്ടു. മരണത്താൽ ആ ബന്ധം പോയി. എന്നാൽ സ്തോത്രം, മരണത്താൽ ആ ബന്ധം നഷ്ടപ്പെട്ടുവെങ്കിലും അവൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്, അവളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ് ശരി. അതല്ലേ എഫെസ്യർ 2 പറഞ്ഞത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ ന്യായപ്രമാണം എന്ന ഭർത്താവിൽ നിന്ന് മോചിക്കപ്പെട്ട് അവളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ തന്നെ ആരാണോ ഉയർത്തെഴുന്നേൽപ്പിച്ചത് അദ്ദേഹത്തെ വിവാഹം കഴിക്കേണ്ടി വന്നു. യേശുക്രിസ്തു എന്ന കൃപയെ വിവാഹം കഴിച്ചു. അവിടെ വന്നപ്പം അവിടെയും സെയിം പ്രശ്നമാണ്. വിവാഹമൊക്കെ കഴിഞ്ഞ്, പുതിയ ഭർത്താവല്ലേ, വിവാഹമൊക്കെ കഴിഞ്ഞ് ഹണിമൂൺ ട്രിപ്പുമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് പറഞ്ഞു, ഓഫീസിൽ പോകണം, ജോലി തുടങ്ങണം നാളെ മുതൽ. ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? മോർണിംഗ് ഒരു 5:30 ആകുമ്പോൾ എനിക്ക് ഓഫീസിൽ ചെന്നേ പറ്റുള്ളൂ. അവൾ ഞെട്ടിപ്പോയി. 5:30 ചെല്ലണമെങ്കിൽ 1 മണിക്കൂർ മുമ്പ് ഇറങ്ങണം, 4:30 ഇറങ്ങണം. ഭർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ എനിക്കൊരു 4 മണിയാകുമ്പോൾ ഒരു ചായ ഉണ്ടാക്കി തരണം. അതെ, പുതിയ ഭർത്താവ്, കൃപ, യേശുക്രിസ്തു. അവൾ ഞെട്ടിപ്പോയി. കാര്യം ആദ്യത്തെ ലൈഫിൽ 5:30 ചായ ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു. അതുപോലും പറ്റാത്തവള് ഇപ്പം 4 മണിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന നടക്കുന്ന കാര്യമാണോ? ആകെ ബുദ്ധിമുട്ടി. എന്തു ചെയ്യുമെന്നറിയാതെ അവൾ ഭാരപ്പെട്ടു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തപ്പം 4 മണിയായപ്പം അവളെ ആരോ തട്ടുന്നു. ന്യായപ്രമാണം എന്ന ഭർത്താവ് ഇത് ചെയ്തില്ല. പക്ഷെ 4 മണിയപ്പോൾ ആരോ തട്ടുന്നു. അവൾ കണ്ണു വന്നപ്പോൾ ഭർത്താവ് തന്നെ തട്ടി വിളിക്കുകയാണ്, കൃപ, യേശുക്രിസ്തു തട്ടി വിളിക്കുകയാണ്, എഴുന്നേര്, എനിക്ക് പോകേണ്ടതാണ്, എനിക്ക് ചായ ഇട്ട് താ. അവളെ ഉണർത്തി കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റു. സ്തോത്രം. ഉണർത്തി കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റു, മുഖം കഴുകി അടുക്കളയിൽ പോയി അവൾ ചായ ഇട്ട് ഭർത്താവിന് കൊടുത്തു. അദ്ദേഹം അത് കുടിച്ച് സന്തോഷത്തോടെ പോയി. സ്തോത്രം. എന്താ വ്യത്യാസം?
ന്യായപ്രമാണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞേ ഉള്ളൂ ആദ്യത്തെ ഭർത്താവ്. പക്ഷെ രണ്ടാമത്തെ ഭർത്താവ് ചെയ്യാനുള്ള ശക്തിയുടെ പകർന്നു കൊടുക്കുകയാണ്. മനസ്സിലാകുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ആ കൃപ നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. സ്തോത്രം. മനസ്സിലാകുന്നില്ലേ? കൃപയിൽ നിനക്ക് വളരണമെങ്കിൽ കൃപയിൽ ജീവിക്കണം. അത് അത്ര ഈസി അല്ല. പാപപങ്കിലമായ ലോകത്തിലാണ് നീ ജീവിക്കുന്നത്. എന്നാൽ അത് നോക്കരുത്, ചെയ്യരുത്, പാടില്ല എന്ന് പറയുന്ന വിഷയങ്ങളുടെ നടുവിൽ നിന്നെ അതിലേക്ക് വശീകരിക്കുന്ന ടെംപ്റ്റേഷനുമായി പിശാച് അടുത്തു വരുമ്പോൾ ആ പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാൻ നിന്നിൽ ശക്തി പകരുന്നതാണ് ഈ കൃപ. നിന്നെ അതിനുവേണ്ടി ഉണർത്തുന്നതാണ് ഈ കൃപ. നിന്നെ അതിനുവേണ്ടി ധൈര്യപ്പെടുത്തുന്നതാണ് ഈ കൃപ. നിന്നെ അതിനുവേണ്ടി ബലപ്പെടുത്തുന്നതാണ് ഈ കൃപ. ഓ രക്തം ജയം. അതല്ലേ പ്രിയരെ, യോസഫ് എന്ന ദൈവമനുഷ്യൻ 3 പ്രധാന വിഷയങ്ങൾ. സാഹചര്യം അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു, സാമീപ്യമുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ സമ്മതത്തെ കൃപ തട്ടിക്കളഞ്ഞു. നോയിക്കേ, സാഹചര്യം അനുകൂലമായിരുന്നു പാപം ചെയ്യാൻ, സമ്മർദ്ദമുണ്ടായിരുന്നു, അവൾ നിർബന്ധിച്ചു, പക്ഷേ ദൈവം കൃപ എന്ത് ചെയ്തു? അവന്റെ സമ്മതത്തെ തട്ടിക്കളഞ്ഞിട്ട് ഈ പാപത്തിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി ഓടുവാൻ യോസഫിന് ശക്തി പകർന്നു കൊടുത്തതിന്റെ പേരാണ് കൃപ. ഇന്ന് രാവിലെ സമയം മരണം വരെ കൃപയിൽ നിലനിൽക്കുവാൻ, മരണം വരെ ദൈവ സാന്നിധ്യത്തിൽ നിലനിൽക്കുവാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു കൃപ ഇന്ന് പകലിൽ വ്യാപരിക്കുന്നുണ്ട്. ഈ സൂമിൽ വിശ്വസിക്കുന്നവർ ആ കൃപ ഏറ്റെടുത്തു കൊള്ളണം. സ്തോത്രം. ന്യായപ്രമാണത്തെക്കാൾ ഭയങ്കരമാണ് കൃപ. ന്യായപ്രമാണം അത്ര ഭയങ്കരമല്ല. ന്യായപ്രമാണം പറയുന്നത് എന്താ? സ്ത്രീയുമായി വ്യഭിചാരം ചെയ്താലേ പ്രശ്നമുള്ളൂ. കൃപ പറയുന്നത് അരുതാതെ സ്ത്രീയെ നോക്കിയാൽ തന്നെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തെന്ന. ന്യായപ്രമാണം പറയുന്നത് ഫിസിക്കലി ഒരാളെ കൊന്നാലേ കൊലപാതകമുള്ളൂ. പക്ഷെ കൃപ പറയുന്നത് സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ തന്നെ അവൻ കൊലപാതകനാണ്. അപ്പോൾ ന്യായപ്രമാണത്തെക്കാൾ ഒട്ടും താണതല്ല കൃപ. ന്യായപ്രമാണത്തെക്കാൾ ലെവൽ കൂടിയതാണ് കൃപ. ന്യായപ്രമാണത്തെക്കാൾ ഗുരുതരമായ വിഷയമാണ് കൃപ. ടഫാണ് കൃപ. പക്ഷെ ഈ കൃപയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കൃപ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നീ ഒരു സാധാരണപ്പെട്ട മനുഷ്യനാണെന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്യാൻ കൃപ നിന്റെ മേൽ ശക്തി പകരുകയാണ്. ഇന്ന് രാവിലെ എന്റെ മകനെ തിമോത്തിയോസേ, നീ യേശുക്രിസ്തുവിന്റെ കൃപയിൽ ശക്തിപ്പെടണം എന്ന് പറഞ്ഞാൽ നീ ആ കൃപയ്ക്ക് വിധേയപ്പെട്ടാൽ കൃപയിൽ ജീവിക്കാൻ ആവശ്യമായ ശക്തി തന്ന് അന്ത്യത്തോളം നിന്നെ നടത്താൻ ഈ കൃപ പ്രാപ്തമാണെന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. റോമാലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. എന്താണ് ആ വാക്യം പറയുന്നത്? ഇനി നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരായി ജീവിക്കുകയാണ്. സ്തോത്രം. പ്രിയരെ, നാം ഇപ്പോൾ ജീവിക്കുന്നത് ന്യായപ്രമാണത്തിന് അധീനരായിട്ടല്ല. നാം 10 കൽപ്പനകൾക്ക് അധീനരായിട്ടല്ല ജീവിക്കുന്നത്. നാം ജീവിക്കുന്നത് കൃപയ്ക്ക് അധീനരായിട്ടാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങൾ കൃപയിൽ ജീവിക്കാൻ സമർപ്പിച്ചാൽ നിങ്ങളെ വളർത്താൻ ആവശ്യമായ ശക്തി ഈ കൃപ നൽകിത്തരും. എത്ര പേര് ആത്മാവിൽ സ്തോത്രം ചെയ്യുക? എല്ലാ കണ്ണുകളും അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ സറണ്ടർ ചെയ്യാൻ ദൈവസന്നിധി തയ്യാറാകുക. കർത്താവിനോട് പറ, ഞാൻ കൃപയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് കൃപയിൽ ജീവിക്കാൻ ആവശ്യമായ, കൃപയിൽ വളരാൻ ആവശ്യമായ ശക്തിയുടെ കൈമാറ്റം നിങ്ങളുടെ മേൽ ദൈവാത്മാവ് പകരാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. കൃപയിൽ നിങ്ങൾക്ക് ജീവിക്കണോ? കൃപയ്ക്ക് അധീനരായി നിങ്ങൾക്ക് പോകണമോ? കൃപയിൽ നിങ്ങൾക്ക് വളരണമോ? കൃപ നിങ്ങളെ ശക്തിപ്പെടുത്താൻ പോകുന്നു. കൃപ നിങ്ങളെ ബലപ്പെടുത്താൻ പോകുന്നു. കൃപ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ പോകുന്നു. കൃപ നിങ്ങൾക്ക് ന്യായപ്രമാണത്തെ പോലല്ല. കൃപ നിങ്ങൾക്ക് ഇറങ്ങി ഓടുവാൻ, ചിലതിനോട് പ്രതികരിക്കാൻ, ചിലതിനോട് യുദ്ധം ചെയ്യാൻ, ചിലതിന് നേരെ ആത്മാവിൽ പൊരുതാൻ നിങ്ങൾക്ക് കൃപ ശക്തി കൈമാറാൻ വേണ്ടി പോകുകയാണ്. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യും. ഞങ്ങൾ ഇന്ന് ദൈവകൃപയിൽ എങ്ങനെ വളരാമെന്നുള്ളതിന്റെ ആദ്യത്തെ ചില ഭാഗങ്ങൾ ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തെ തുറക്കണമേ കർത്താവ്, ഇവരുടെ ബുദ്ധിയെ തുറക്കണമേ. ഈ വചനം പഠിച്ച് അവർ പക്വതയുള്ളവരായി തീരുവാൻ, മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ ദൈവവരെ പ്രാപ്തരാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യും. എല്ലാ മഹത്വം കർത്താവ് എടുത്താട്ട്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാതാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും
പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ പുനരാഗമനം വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, സമാധാനം. കർത്താവ് വചനങ്ങളെ സഹായിക്കട്ടെ. God bless you and thank you.